ഹായ് മക്കളെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? നമുക്കറിയാം നീറ്റിന്റെ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് നമ്മൾ നാളെ വരുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം നീറ്റിന്റെ എക്സാമിന്റെ അപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ അപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഇന്നലെ മുതൽ, അതായത് 9th February മുതൽ March 9 വരെയാണ് നമ്മുടെ എക്സാം, അതായത് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത്. ആ ടൈമിന്റെ ഉള്ളിൽ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. ഒരു കാരണവശാലും എന്ത് ചെയ്ത് നീറ്റിന്ന് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ നമുക്ക് മുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ അത് ക്യാൻസൽ ആവാൻ പാടില്ല. അപ്പോൾ അതിനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കംപ്ലീറ്റ് വീഡിയോ കാണാം. അതിന്റെ ഒരു പെർഫോം എങ്ങനെയാണ് കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് സഹിതം കാണിക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 1 by 1 നോക്കാം. ആദ്യം അപ്ലിക്കേഷന്റെ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്കറിയാം ഇന്നലെ 9th February മുതൽ March 9 വരെയാണ് ടൈം ഉള്ളത്. അപ് ടു 5 PM വരെയാണ് ഇതിലുള്ള ടൈം ഉള്ളത്. നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ടൈം ഉള്ളത്. 11:50 വരെ നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള നമുക്ക് 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നു, ദെൻ തേർഡ് വൺ പേയ്മെന്റ് ഗേറ്റ്വേയിൽ പേയ്മെന്റ് ചെയ്യുന്നു. ഈ 3 മെത്തേഡിലൂടെയാണ് ഈ ഒരു ഫോം ഫില്ലിംഗ് അല്ലെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ കൊണ്ടുപോകുന്നത്, അപ്ലിക്കേഷൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ ഇമെയിൽ അഡ്രസ്സും നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ നമ്പർ എടുക്കുകയാണ് ചെയ്യുക. വിത്ത് എ പാസ്വേഡ്, ഒരു പാസ്വേഡും അപ്ലിക്കേഷൻ നമ്പറും എടുത്തു വെക്കുന്നു. അത് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തുടങ്ങാം. അങ്ങനെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെങ്കിൽ ഈ അപ്ലിക്കേഷൻ നമ്പറും വേണം, അതേപോലെ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുന്ന നമ്മളുടെ എന്ത് ചെയ്യുക പാസ്വേഡും വേണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്തിട്ടാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം, ജസ്റ്റ് ഇൻഫർമേഷൻ തന്നുള്ളൂ. ദെൻ കറക്ഷൻ പർട്ടിക്കുലർ അത് ലേറ്റർ ആയിട്ട് പറയുന്നത്. ദെൻ ഫീ പേയ്മെന്റ് എത്രയാണുള്ളതാണ്, ആർക്കൊക്കെ പേയ്മെന്റ് എങ്ങനെയൊക്കെയാണുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1700 നമ്മുടെ ജനറൽ കാറ്റഗറിയിലേക്ക് വരുന്നത്. നമ്മൾ ജനറൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകൾക്ക് 1700 ഫീസ് വരുന്നത്. സെക്കൻഡ് വൺ NRI കാറ്റഗറിയാണ്. അതേപോലെ NRI കാറ്റഗറിയും 1700 തന്നെയാണ് വരുന്നത്. ദെൻ നമ്മുടെ EWS കാറ്റഗറി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതേപോലെ അതർ ബാക്ക്വേർഡ് കസ്റ്റം, അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള NCL കാറ്റഗറിക്ക് എത്രയാണ് വരുന്നത്, 1600 നോൺ ക്രീമി ലെയറിൽ വരുന്നത്. ദെൻ SC/ST കാറ്റഗറിക്ക് 1000 രൂപയാണ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. 1700, 1600, 1000. ഇനി ദെൻ GST ഒക്കെ അതിൽ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതുണ്ടാവും. ദെൻ അനൗൺസ്മെന്റ് ഓഫ് സ്വിഫ്റ്റ്, അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുള്ളൂ. എക്സാമിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, May 5th സൺഡേ ആണ്. 2 മണി മുതൽ 5:20 വരെ 3 മണിക്കൂറും 20 മിനിറ്റുമാണ് നമ്മളുടെ എക്സാം ഉണ്ടാവുക. എക്സാം പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ തരാം. 200 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അതിൽ 180 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. 2 സെക്ഷൻ വൈസ് ആണ് ഉണ്ടാവുക, സെക്ഷൻ A, സെക്ഷൻ B എന്ന് പറഞ്ഞിട്ട്. സെക്ഷൻ Aയിൽ നമുക്ക് ഉണ്ടാവുക 35 ക്വസ്റ്റ്യൻസ് വീതം ഓരോ സബ്ജക്റ്റിൽ നിന്നും. ഓരോ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ഇങ്ങനെ 4 സബ്ജക്റ്റിൽ നിന്നും 35 ക്വസ്റ്റ്യൻ വീതം സെക്ഷൻ Aയിലും അതേപോലെ 15 ക്വസ്റ്റ്യൻ വീതം സെക്ഷൻ Bയിലുമാണ് ഉണ്ടാവുക. സെക്ഷൻ Aയിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സെക്ഷൻ Bയിൽ നമുക്ക് ചോയ്സ് ഉണ്ട്. 15 ക്വസ്റ്റ്യനിൽ നിന്ന്, ഒരു സബ്ജക്റ്റിൽ 15 ക്വസ്റ്റ്യൻസിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ 200ൽ 180 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടതുണ്ട്. അതിൽ തന്നെ ടോട്ടൽ മാർക്ക് വരുന്നത് 720ലാണ് ടോട്ടൽ മാർക്ക് വരിക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഡേറ്റ് പറഞ്ഞു. ഇനി നമുക്ക് ഏതിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സൈറ്റാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. https. ഇത് നമ്മൾ ഓൾറെഡി വരും, ഇത് അടിച്ചാൽ മതി. exams.nta.ac.in/NEET എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽ പിക്ചറൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നീറ്റിലുള്ള അപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. അപ്ലിക്കേഷൻ ആളുകൾ പറഞ്ഞു ഇതിന്റെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കുക. ഈ ഒരു 3 സ്റ്റെപ്പ്, നമ്മൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ നമ്പർ എടുക്കുന്നു, അതിനുശേഷം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നു, അതിനുശേഷം പേയ്മെന്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ കരുതിയിരിക്കേണ്ടത് മാത്രം ശ്രദ്ധിക്കുക. നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അതിൽ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റെഡിനെസ് ഫോർ ഫില്ലിംഗ് ആപ്ലിക്കേഷൻ ഫോം ആണ്. നമ്മൾ റെഡി ആയി നിൽക്കണം. ഒരു ആപ്ലിക്കേഷൻ ഫോം നേരെ കമ്പ്യൂട്ടറിൽ പോയിട്ട് നമ്മളിങ്ങനെ തപ്പി നോക്കുക, എന്നിട്ട് ഈ ഒരു സൈറ്റ് അടിച്ചിട്ട് അതിൽ നേരെ ആപ്ലിക്കേഷൻ ചെയ്യാന്നുള്ളതല്ല. അതിന് മുന്നേ കുറെ കാര്യങ്ങൾ നമ്മൾ റെഡി ആക്കി വെക്കേണ്ടത്. അതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സൈറ്റ് നിങ്ങൾക്കറിയാം. ഇനി
എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ ഉപകാരമാവും. ഒന്ന് ഫാദറിന്റെ മദറിന്റെ ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റിന്റെ ഡീറ്റെയിൽസ്, അതേപോലെ നമ്മുടെ +2 സർട്ടിഫിക്കറ്റിലുള്ള അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റിലുള്ള കുറെ ഡീറ്റെയിൽസുകൾ നിൽക്കും, അതൊക്കെ നമ്മൾ കരുതി വെക്കുക. ദെൻ ഫോട്ടോഗ്രാഫാണ് വേണ്ടത്, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ ഏതെങ്കിലും ID-കൾ, ഇലക്ഷൻ ID-യോ ആധാർ കാർഡ്, പാസ്പോർട്ട് ഇവർക്കുള്ളത് അതൊക്കെ കയ്യിൽ വെക്കുക. അതിലുള്ള കുറെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സും അതേപോലെ നമ്മളിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ആ അഡ്രസ്സിലുള്ള സിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചോയ്സ് ഓഫ് എക്സാമിനേഷൻ സെന്റർ ആയിട്ട് കൊടുക്കേണ്ടത്. അവിടെയാണ് നമുക്ക് എക്സാമിനേഷൻ സെന്റർ കിട്ടുക. അപ്പോൾ പുറത്തേക്കുള്ളത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ പെർമനന്റ് അഡ്രസ്സോ അല്ലെങ്കിൽ റെസിഡൻസ് അഡ്രസ്സോ. ദെൻ അത് ഏകദേശം മനസ്സിലായി കാണുന്നു. ഇനി കാൻഡിഡേറ്റ്സ് എന്തൊക്കെയാണ് ഇത് വെക്കേണ്ടതല്ല, ഒന്ന് കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സ് ആണ്. അത് നമുക്കറിയാം, NRIs അപ്ലൈ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ OCI ടീംസ് അപ്ലൈ ചെയ്യുന്നുണ്ടാവാം, അതും അല്ലെങ്കിൽ നമ്മളെ ജനറൽ കാറ്റഗറികളിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ കരുതി വെക്കേണ്ടതാണ്. NRIs സ്പെഷ്യലായിട്ട് പാസ്പോർട്ട് ഓൾറെഡി ഉണ്ടാവും അല്ലെ, ആ പാസ്പോർട്ട് നമ്പർ അതിൽ കൊടുക്കേണ്ടത്. അതേപോലെ ഫോറിൻ നാഷണൽസ് അല്ലെങ്കിൽ OCIക്ക് ആണെങ്കിൽ പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ അവിടെ എംബസിയിൽ നിന്ന് കിട്ടുന്ന സിറ്റിസൺ സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കരുതി വെക്കേണ്ടതുണ്ട്. ഇമേജസോ അല്ലെങ്കിൽ PDF ആയിട്ടോ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് സംഗതികളുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട സംഗതികളാണ്. ഫസ്റ്റ് വൺ, ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആണ്. അതായത് നമ്മൾ എല്ലാവരും എടുക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടാവും അല്ലെ, അത് പ്രത്യേകത പറഞ്ഞാൽ കളറും ആയ ബ്ലാക്ക് വൈറ്റ് ആകും, പക്ഷേ പ്രിഫറബിളി കളറാണ് ഏറ്റവും ബെസ്റ്റ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളെ ചെവിയൊക്കെ കാണുന്ന രൂപത്തിലേക്ക്, ഇപ്പോൾ നമ്മൾ ലേഡീസിന്റെ മഫ്തൊക്കെ ഇടുന്നത് അല്ലെ, അവർ ചെവിയൊക്കെ മറച്ചുകൊണ്ട് അത് ഒഴിവാക്കുക. ചെവിയൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഫോട്ടോഗ്രാഫ് എടുക്കുക. അതേപോലെ 80% നമ്മൾ എന്ത് ചെയ്യണം, മുഖം കാണുന്ന രൂപത്തിലുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല, അപ്പൊ മുഖം കാണൂല. അപ്പോൾ മാസ്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ സൈസാണ്. 10 KB മുതൽ 200 KB വരെയാണ് ഇതിന്റെ സൈസ്, ഇമേജിന്റെ സൈസ് ഉണ്ടാവേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഒന്നാമത്തത്. അത് നമുക്ക് ഒരു 6 to 8 നമ്പേഴ്സ്, 6 മുതൽ 8 വരെ നമ്പർ ഓൾറെഡി എടുത്തു വെക്കാം. നമുക്ക് ഇനിയും ആവശ്യങ്ങൾ വരും, നീറ്റിന്റെ എന്താ പറയുക, കൗൺസിലിംഗ് സംബന്ധമായിട്ടൊക്കെ നമുക്ക് ആവശ്യം വരാവുന്നത്. അപ്പോൾ ഒരു 6 to 8 ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യും, പാസ്പോർട്ട് സൈസ് എടുത്തു വെക്കുക. നെക്സ്റ്റ് വൺ ആണ് പോസ്റ്റ് കാർഡ്. പോസ്റ്റ് കാർഡ് നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ സൈസ് എന്ന് പറയുന്നത് 4 ഇഞ്ച് × 6 ഇഞ്ച്, ഈ ഒരു നീളം വീതിയിലുള്ള സൈസാണ് പോസ്റ്റ് കാർഡ് സൈസ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, 10 KB മുതൽ 200 KB വരെ, ഞാൻ നേരത്തെ 100 പറഞ്ഞത് 200 KB വരെയാണ് കേട്ടോ. 10 KB മുതൽ 200 KB വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത്. 4 ഇഞ്ച് to 6 ഇഞ്ചാണ്. JPG ആണ്, രണ്ടും JPG ഫോർമാറ്റിലാണ് എടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് മുഖം കാണുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ അത് ചെയ്യേണ്ടത്. മാസ്ക് ഇടാൻ പാടില്ല. ദെൻ തേർഡ് വൺ ആണ് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്. നമ്മളുടെ സിഗ്നേച്ചർ എന്ത് ചെയ്യണം, നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്ലാക്ക് ഇങ്ക് കൊണ്ട് സിഗ്നേച്ചർ ഇട്ടിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ഇമേജ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അപ്ലോഡ് ചെയ്യണം. അതിന്റെ സൈസ് ശ്രദ്ധിക്കുക, 30 KB വരെ പാടുള്ളൂ. 4 KB മുതൽ 30 KB വരെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, നമ്മളുടെ കൈയിന്റെ എല്ലാ ഫിംഗേഴ്സിന്റെയും വിരലടയാളം, ലെഫ്റ്റിന്റെ റൈറ്റിന്റെ വിരലടയാളം നമ്മൾ സ്കാൻ ചെയ്ത് കയറ്റണം. അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 10 KB to, നേരത്തെ പറഞ്ഞല്ലേ, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയാലും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആയാലും അതേപോലെ തമ്പ് ഇംപ്രഷൻസും അതേപോലെ ഹാൻഡ് ഫിംഗേഴ്സിന്റെ ഇംപ്രഷൻസും ഒക്കെ 10 KB to 200 KB ആണ്. ലെഫ്റ്റിന്റെയും റൈറ്റിന്റെയും ഫിംഗേഴ്സ് വേണം, തമ്പിന്റെ സെപ്പറേറ്റും വേണം. അപ്പോൾ അതൊക്കെ ആ സൈസിലാണ് നമുക്ക് വേണ്ടത്. ദെൻ PWD എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണ്. അവരുടെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ട് ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതിന്റെ 300 KB വരെ നമുക്ക് അതിന്റെ സൈസ് വരാം. ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ PDF ഫോർമാറ്റ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് JPG ഫോർമാറ്റിലാണെങ്കിൽ ഇനിയുള്ളത് PDF ഫോർമാറ്റിലാണ് ഇത് വേണ്ടത്. അതേപോലെ നമ്മൾ OCI ടീംസിനൊക്കെ ഉള്ള സിറ്റിസൺ സർട്ടിഫിക്കറ്റ് ഒക്കെ അതിൽ കയറ്റുന്നുണ്ട്. അതൊക്കെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 50 to 300 KB ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സംഗതികൾ നിങ്ങളെ കയ്യിൽ കരുതി വെക്കണം. അതേപോലെ പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് അല്ല ആധാർ കാർഡ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കയ്യിൽ കരുതി വെക്കാം, അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി അപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മറ്റത് എന്താ, നമ്മൾ ഇമേജ് അടക്കി കാണിച്ചു തരുമ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കാം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത് അല്ലെങ്കിൽ നമ്മളെ ബ്രോഷർ ഉണ്ട്. ഈ ബ്രോഷർ വേണ്ടവർ നമ്മളുടെ താഴെ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ അടിയിൽ ലിങ്ക് അടക്കുക, അതിലേക്കൊക്കെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബ്രോഷർ ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരാം. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാലും എന്ത് ചെയ്യാം, ഈ ബ്രോഷർ ഡൗൺലോഡ് ചെയ്യാവുന്ന. അതിപ്പോൾ തിരക്ക് കാരണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ബ്രോഷർ ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി.
ഓക്കെ, ഇനി നമുക്ക് രജിസ്ട്രേഷൻ പേജ് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ജസ്റ്റ് ഡീറ്റെയിൽസ് ആദ്യം പറയാം, എന്നിട്ട് അതിന്റെ ഇമേജും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൂടെ നമ്മൾ പോകേണ്ടി വരിക രജിസ്ട്രേഷൻ ടൈമിൽ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, രജിസ്ട്രേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ വേണം, നമുക്ക് ഇമെയിൽ ID വേണം, നമുക്ക് അത് സ്വന്തമായിട്ടുള്ളത് ഒരു പല കോച്ചിങ് സെന്റേഴ്സിൻ്റെതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ ഇമെയിൽ ID ഫോൺ നമ്പറൊക്കെ ഉപയോഗിക്കാതിരിക്കുക. സ്വന്തമായിട്ടുള്ള പേരൻസിൻ്റെതോ ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ ഉപയോഗിക്കുക. ഇത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ കൺഫർമേഷൻ പേജ് ഒക്കെ ഇമെയിലിലേക്കാണ് അയക്കുക. അതുപോലെ സ്കോർ കാർഡ് ഇതൊക്കെ എന്താണ് നമ്മളെ ഇമെയിലിലേക്കാണ് വരിക. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമെയിൽ ID കറക്റ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ളതായിരിക്കണം. അതേപോലെ മൊബൈൽ നമ്പർ OTP വരണം. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ OTP കിട്ടേണ്ടതാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അതിലൂടെ തന്നെ നിങ്ങൾ പോവാം. ദെൻ കാൻഡിഡേറ്റ്സ് നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട കാൻഡിഡേറ്റ്സിന്റെ നെയിം, മദറിന്റെ നെയിം, ഫാദറിന്റെ നെയിം ഇൻ ദ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ ഓർ ഇക്വലന്റ് ബോർഡ്. നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ അഡ്മിറ്റ് കാർഡിലോ അല്ലെങ്കിൽ SLCയിലോ ഉള്ള അതേപോലെ അടിച്ചു കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നെക്സ്റ്റ് വണ്. ദെൻ പിന്നെ ഈ ഫോളോയിങ് സാധനങ്ങൾ, ഇന്ത്യൻ നാഷണൽസ് ആണെങ്കിൽ ക്ലാസ് 2 അഡ്മിറ്റ് കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, സ്കൂൾ ID കാർഡ് നമ്പർ, ഇലക്ഷൻ ഏതെങ്കിലും ഒന്ന് നമ്മൾ കരുതി വെക്കുക. അതേപോലെ നേരത്തെ പറഞ്ഞു നമ്മൾ. ദെൻ മൊബൈൽ നമ്പർ, ഇത് ഞാൻ ഒന്നുകൂടി പറയാണ്, മൊബൈൽ നമ്പർ നമ്മളെ കയ്യിൽ വേണം, OTP വരും, അതേപോലെ ഇമെയിലും കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ പോസ്റ്റൽ അഡ്രസ്സും കാര്യങ്ങളും, അതായത് കറസ്പോണ്ടൻസ് പെർമനന്റ് അഡ്രസ്സ് കൊടുക്കണം. അതേപോലെ ഫർദർ പിൻകോഡ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കേണ്ടി വരും. അതൊക്കെ നോക്കി വെക്കുക. ദെൻ ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടും. അതേപോലെ അതിന്റെ കൂടെ ഒരു പാസ്വേഡ് കൂടി ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് ആപ്ലിക്കേഷനിലേക്ക് പോവുക, അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ള പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പൊ ഇതുവരെ ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവുക. രജിസ്ട്രേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു. അതിലൂടെ നമ്മൾ പോയി ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം ആണ്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പോവാണ്. സ്റ്റെപ്പ് ആദ്യത്തെ നമ്മൾ ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്തു. ഇനി അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ബിഫോർ ദ ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, സബ്മിറ്റ് ബട്ടൺ നിൽക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് കാറ്റഗറിയാണ്, ജനറൽ ആണോ, EWS ആണോ, SC ആണോ, OBC ആണോ, അതിൽ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കാറ്റഗറി ഓപ്ഷൻ ചെയ്യാം. No caste certificate is to be uploaded in the online application for NEET UG. Necessary documents related to caste community will be verified at the counseling by the concerned state. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇപ്പം പോയിട്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റുകളൊന്നും എടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് ഇത് ഓൾറെഡി ചെയ്യാം. എന്നിട്ട് കൗൺസിലിംഗിന്റെ ടൈമിൽ മാത്രമാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. നമ്മൾ കൊടുത്താൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇപ്പം പോയിട്ട് വില്ലേജിലൊക്കെ പോയിട്ട് നിങ്ങൾ ഇതാക്കിയിട്ടൊക്കെ അതിനു വേണ്ടി മെനക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ OBC NCL ആണോ, EWS ആണോ ഒക്കെ നോക്കുക. ഇതൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നാഷണാലിറ്റി, നമ്മൾ ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ അതർ നാഷണൽ നോൺ റെസിഡന്റ് ഇന്ത്യൻ NRIs ആണോ ഉള്ള കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അപ്ലൈ ചോയ്സ് ടിക്ക് ചെയ്യുക. ദെൻ എക്സാമിനേഷൻ സിറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പെർമനന്റ് അഡ്രസ്സോ അല്ലെങ്കിൽ റെസിഡന്റ് അഡ്രസ്സോ വെച്ചിട്ട് നമ്മൾ ചോയ്സ് സിറ്റി, ഇപ്പോൾ കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ കേരളത്തിൽ എവിടെ, കാലിക്കറ്റ് ആണ്, അവർക്ക് 4 ചോയ്സുകൾ കൊടുക്കാൻ പറ്റും ഓർഡറിൽ. ആദ്യം കേരളം സെലക്ട് ചെയ്യുക, ഏത് സ്റ്റേറ്റ് ആണോ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിനു ശേഷം അതിന്റെ സിറ്റി കൂടി 4 സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. അതിലുള്ള ഏതെങ്കിലും ഒരു സിറ്റിയോ, അല്ലെങ്കിൽ നമുക്ക് ഇത് കുറെ ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് NTA തന്നെ ഒരു ചോയ്സ് തരികയാണ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള സെന്ററുകൾ കിട്ടാം, പക്ഷേ കിട്ടാതിരിക്കാം. നമ്മൾ ഈ കൊടുക്കുന്ന ചോയ്സ് ബേസ് ചെയ്തിട്ടാണ് ആദ്യം നോക്കുക. ഇതിലും അപ്ലിക്കബിൾ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ചോയ്സ് അവർ സെലക്ട് ചെയ്ത് തരും. അങ്ങനെയാണ് എക്സാമിനേഷൻ സിറ്റിൻ്റെ കാണാം. പിന്നെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, മലയാളത്തിലൊക്കെ ഉണ്ട്. റീജിയണൽ ലാംഗ്വേജസ് കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ മലയാളം ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് മലയാളം എന്നുള്ള ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഇനി അതല്ല ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ റീജിയണൽ ലാംഗ്വേജസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. മലയാളം കൂടി ആ ബുക്ക്ലെറ്റിൽ വേണ്ടവർ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളം അതിലുണ്ടാവും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം വേണ്ടവർ ഇംഗ്ലീഷിന് ക്ലിക്ക് ചെയ്യാം. ദെൻ അക്കാദമിക് ഡീറ്റെയിൽസ് ഒക്കെ 10th 11th 12th പാസ് ആണെങ്കിൽ നമ്മൾ കാറ്റഗറി 1 ഇപ്പൊ എഴുതുന്നവരാണെങ്കിൽ കാറ്റഗറി 1 സെലക്ട് ചെയ്തിട്ട് അത് ചെയ്താൽ മതി. അല്ലാത്തവർ കാറ്റഗറി 2 സെലക്ട് ചെയ്യുന്നത് +2ന്റെ ഡീറ്റെയിൽസ് കൂടി കൊടുക്കേണ്ടതുണ്ട്.
ഓക്കെ. ദെൻ ഫോട്ടോഗ്രാഫിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു 10 KB പോസ്റ്റ് കാർഡ് സൈസ്, അതിന്റെ ഇതും പറഞ്ഞു. എങ്ങനെ ആയിരിക്കണം? ക്ലിയർലി വിസിബിൾ ആയിരിക്കണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ചെയ്യേണ്ടത്. വിസിബിൾ, ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. 80% ഓഫ് ഫേസ് കവറേജ് ഉണ്ടായിരിക്കണം. ഇയർ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം. ദെൻ സ്പെക്ടക്കിൾസ് ഉപയോഗിക്കുന്നവർക്ക് എന്ത് ചെയ്യാ, റെഗുലർലി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാ, സ്പെക്ടക്കിൾസ് ഉള്ള ഫോട്ടോസ് അലൗഡ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചൊന്നും തിരുത്തുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവരുത്, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ആപ്ലിക്കേഷൻ വിത്തൗട്ട് ഫോട്ടോഗ്രാഫ് ഷാൽ ബി റിജക്റ്റഡ്. ഫോട്ടോഗ്രാഫ് ഓഫ് കോഴ്സ് ഇവർ പറയുന്ന സാധനങ്ങൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, റിജക്ഷൻ വരും എന്നുള്ളത് ഷുവർ ആണ്. ദെൻ അതിന്റെ സൈസ് കാര്യങ്ങൾ പറഞ്ഞു. ടു ബി നമ്മൾ ഫാബ്രിക്കേഷൻ എന്തെങ്കിലും ഫോട്ടോഷോപ്പ് വഴി ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളത് എന്താവും, അൺഫെയർ ആയിട്ട് മാറും. ദെൻ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, വൈറ്റ് ഒരു പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് ശ്രദ്ധിക്കുക. ബ്ലാക്ക് ഇങ്ക് പെന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫയൽ സൈസ് 4 KB ആണ്. ദെൻ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക് പെന്നാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദെൻ സിഗ്നേച്ചർ ഒന്നും അതിൽ കറക്ഷൻസ് ഒന്നും വരുത്താൻ പാടില്ല, അതിന്റെ സൈസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ കാൻഡിഡേറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫിംഗേഴ്സ് അല്ലെ, കാൻഡിഡേറ്റ് ഷുഡ് ബി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫിംഗേഴ്സ് തമ്പ് ഇംപ്രഷൻ ആസ് പെർ ദ ടെംപ്ലേറ്റ് പ്രൊവൈഡഡ്. അത് നമ്മൾ കാണിക്കാം, ടെംപ്ലേറ്റ് കാണിച്ചു തരാം. ദെൻ ഫയൽ സൈസ് നോക്കുക. ദെൻ ക്ലിയർ അല്ലാത്തതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. ദെൻ ഫീസിന്റെ പേയ്മെന്റ് ആണ്. നമ്മൾ സ്റ്റെപ്പ് 2 കഴിഞ്ഞ് എന്താ ഓൺലൈൻ പേയ്മെന്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കൺഫർമേഷൻ പേജ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക, അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും ചെയ്യുന്ന വെച്ചാൽ അവരോട് പ്രിന്റ് ഔട്ട് എടുത്ത് തരാൻ പറയാം. അതേപോലെ നിങ്ങൾ മെയിലിലേക്കും വരും ഈ കൺഫർമേഷൻ പേജ്, അതും എടുത്തു വെച്ചാലും മതിയാവും. ഓക്കെ. കൺഫേംസ് ദ ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ഈ കൺഫർമേഷൻ പേജ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൺഫേംഡ് ആയി, നമ്മളുടെ ആപ്ലിക്കേഷൻ റിസീവ്ഡ് ആയിട്ട്. ഓക്കെ. ഇനി ചെക്ക് ലിസ്റ്റ് ഫോർ ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആണ്. ഇതൊക്കെ നമ്മളെ ബ്രോഷറിലുണ്ട്. വേണ്ടവർ എന്ത് ചെയ്യാം, നമ്മളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അയച്ചു തരാം. ദെൻ നിങ്ങൾ ജസ്റ്റ് പർട്ടിക്കുലർസ് ടു ബി ഫിൽഡ് ഓൺ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം, ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം, കാൻഡിഡേറ്റ്സ് ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, ഐഡന്റിറ്റി ടൈപ്പ്, ഐഡന്റിഫിക്കേഷൻ നമ്പർ, ദെൻ അഡ്രസ്, ലൊക്കാലിറ്റി, സിറ്റി, സെക്യൂരിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ്. ഇതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതൊക്കെ നമ്മൾ റെഡി ആക്കി വെക്കണം, നമ്മളെ കയ്യിലുണ്ടാവണം. അത് കയ്യിലുണ്ടാവണമെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റിൽ എടുത്ത് വെച്ചാൽ മതി, അതിലുണ്ടാവും ഡീറ്റെയിൽസ്. 10th സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക, നമ്മളെ ആധാർ കാർഡ് എടുത്ത് വെക്കുക, പിന്നെ നമ്മൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ നടക്കും. അതുപോലെ പെർമനന്റ് അഡ്രസ്, പിൻകോഡ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. ദെൻ സെക്യൂരിറ്റി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാസ്വേഡിന് അതിന്റെ പ്രത്യേകത ഉണ്ട്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സാധാ എല്ലാ പാസ്വേഡും ചെയ്യുമ്പോൾ നമ്മളൊരു അപ്പർ ഇത് വേണം അല്ലെ, നമ്മളൊരു ക്യാരക്ടർ വേണം, ദെൻ ലോവർ കേസ് ക്യാരക്ടർ വേണം, ദെൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടി അതിൽ വേണ്ടി വരും. അപ്പൊ ആ ഒരു നിങ്ങൾ ആദ്യം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, പിന്നെ സ്മോൾ ലെറ്ററിൽ എന്തെങ്കിലും കൊടുക്കുക, പിന്നെ ഒരു നമ്പറോ ഒരു നമ്പർ വേണോ, സ്പെഷ്യൽ ക്യാരക്ടറും വേണോ, ഹാഷ്, അറ്റ് അങ്ങനെ തുടങ്ങിയുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകളും നിങ്ങൾ ഉപയോഗിക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. പാസ്വേഡിന്റെ അത് റെഡിയാക്കി വെക്കുക. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ്, നിങ്ങൾക്ക് അറിയാം, അത് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതൊക്കെ നിങ്ങൾ കൊടുക്കുക. ദെൻ 10th ഡീറ്റെയിൽസ്, 11th ഡീറ്റെയിൽസ്, ദെൻ 12th ഡീറ്റെയിൽസ്. ഇതൊക്കെ ഉള്ളവർ 12th ഡീറ്റെയിൽസ് പാസ്സാകാത്തവർ അവിടെ ഓപ്ഷൻസ് ഉണ്ട്, അത് നോക്കിയിട്ട് ചെയ്യാം. ദെൻ അഡീഷണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്, നിങ്ങൾ നോക്കിയിട്ട് കൊടുത്താൽ മതി. ദെൻ ഇനി നമുക്ക് അതിന്റെ ഒരു ആക്ച്വൽ വെബ്സൈറ്റിലുള്ള ഒരു ഫോർമാറ്റ് ആണ് ഇത് കാണിക്കുന്നത്. ഫസ്റ്റത്തെ, അതായത് നമ്മൾ ആപ്ലിക്കേഷന്റെ മുതലാണുള്ളത്, രജിസ്ട്രേഷൻ്റെ നിങ്ങളിങ്ങനെ ഇതിൽ കാണാൻ. നിങ്ങൾക്ക് പുതിയ ആളുകളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നെയിമും ഡീറ്റെയിൽസ്, ഫാദർ നെയിമും ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞില്ലേ, ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അതിൽ മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ വെരിഫൈ ചെയ്തിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ നമ്പർ എടുക്കുന്നു. പാസ്വേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ ഓർത്ത് വെക്കുക, എഴുതി വെക്കുക, ഫോട്ടോ എടുത്ത് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കഴിഞ്ഞ ശേഷമാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു വിൻഡോസിലേക്ക് വരാം. ഇവിടെയാണ് നോക്കിയ കണ്ടാവും നമ്മളെ എന്തിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ദെൻ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പറും
പാസ്വേഡും കൊടുക്കുക. എന്നാൽ ഒരു സെക്യൂരിറ്റി പിൻ ഉണ്ടാവും, ഇവിടെ കാണിക്കും. അത് ഇതന്നെ ആവൂല, നിങ്ങൾക്ക് വരുന്നത് എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. എന്താ പറയാ, ഇനി പാസ്വേഡ് ഫൊർഗോട്ട് ആവുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. അത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വിൻഡോയിലേക്കാണ് പോവാ. ഇത് കൊടുത്തു, എന്താ പറയാ, ഇതൊക്കെ കൊടുത്തു. നെക്സ്റ്റ് ഈ ഒരു വിൻഡോയിലേക്ക് പോകും. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇത്രയാണ് ഫീസ്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ക്ലിക്ക് ടു പ്രൊസീഡ് കൊടുക്കുക. എന്നിട്ട് മുന്നോട്ടേക്ക് പോവാം. മുന്നോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാനുള്ള കുറെ സാധനങ്ങൾ വരും. എന്താണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, ഏത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന, ആധാർ കാർഡാണോ, പിന്നെ ഡിജി ലോക്കർ അക്കൗണ്ട് വഴിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും അക്കാദമിക് ബാങ്ക് ക്രെഡിറ്റ്സ് വഴിയാണോ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആധാർ കാർഡ് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആധാർ കാർഡ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർ മറ്റുള്ളവർ സെലക്ട് ചെയ്യാം. ആധാർ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ ആധാർ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് OTP ജനറേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. OTP ജനറേറ്റ് ആയി. ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ദെൻ പെർമനന്റ് അഡ്രസ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പാസ്വേഡ് ചൂസ് ചെയ്യാനുള്ളതുണ്ട്. അതൊക്കെ ചൂസ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് രജിസ്ട്രേഷന്റെ സ്റ്റെപ്പ് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. നമ്മൾ എന്ത് ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ലാസ്റ്റ് എല്ലാ പേജും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിൻഡോ വരും, യെസ് ഓർ നോ എന്നുള്ളൊരു വിൻഡോ. അതായത് ഡു യു വാണ്ട് ടു സബ്മിറ്റ് ദ രജിസ്ട്രേഷൻ ഫോം ടു ഗെറ്റ് OTP എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. ഇത് എല്ലാ പേജസിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധനങ്ങൾ വന്നുകൊടുക്കുക. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. ഇങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് എല്ലാം അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ ചെയ്തു, നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി. ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം പറഞ്ഞത് എന്താണ്, നമ്മൾ രജിസ്ട്രേഷൻ്റെ ആണ് കേട്ടോ കാണിച്ചത്. അതിൽ പിന്നെ ഫസ്റ്റ് പേജ് മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആപ്ലിക്കേഷൻ നമ്പറും നമ്മളുടെ പാസ്വേഡും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. കയറി കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു വിൻഡോസിലേക്ക് വരും. ഇവിടെ കുറെ ഡീറ്റെയിൽസ് കൊടുക്കാണ്ട്, എല്ലാം ശ്രദ്ധിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. നമ്മളുടേതാ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രസന്റ് അഡ്രസ്സ് ഓൾറെഡി കൊടുത്താണെങ്കിലും ഒന്നുകൂടി കൊടുക്കാണ്ട്, അതൊക്കെ കൺഫേം ചെയ്യുക. എന്നിട്ട് അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്, അതും വളരെ കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ അത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റിലേക്ക് പോവുക. നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺടാക്ട് സേവ് ഓക്കെ അടിക്കുക. സേവ് ചെയ്തിട്ടുള്ള കൺഫർമേഷൻ പേജ് ആണ്. ദെൻ അത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. പേഴ്സണൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും, ഓൾറെഡി കൊടുത്തതുകൊണ്ട് അതൊക്കെ ഒന്ന് ടിക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം സേവ് ചെയ്യുക. നെക്സ്റ്റിലേക്ക് പോവുക. ദെൻ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എന്നിട്ട് അടുത്തേക്ക് പോകുന്നു. നോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തേക്ക് പോകുന്നു, അത് ഓക്കെ അടിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ എക്സാം ഡീറ്റെയിൽസ് ആണ്. എക്സാമിന്റെ ഡീറ്റെയിൽസ്, ഏതാണ് ടെസ്റ്റ്, എന്താണ് മീഡിയം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു, സേവ് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. ദെൻ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്. ഞാനിത് കുറേ പറഞ്ഞ് നമ്മൾ 2-3 മണിക്കൂർ എടുക്കും, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്ന, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഡൗട്ട് ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നു, എന്തൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ദെൻ അത് അടുത്തതിലേക്ക് പോവുക. അടുത്തതിൽ നമ്മൾ എന്താണ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ 10th 11th 12th ഒക്കെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്, അതൊക്കെ കൊടുക്കുക, ഓക്കെ അടിക്കുന്നു. നെക്സ്റ്റ് പോകുന്നു. നെക്സ്റ്റ് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അഡീഷണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, രണ്ടാൾ ഒരുമിച്ച് ടിൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്തു പോവാ. 2 സ്ഥലത്തും നോ കൊടുക്കുന്നു. നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു, നോ കൊടുക്കുന്നു കേട്ടോ. നോ കൊടുത്തു, അടുത്തതിലേക്ക് പോയി. ദെൻ ഡാറ്റ സേവ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് നമ്മളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഫോട്ടോ അല്ലെ, നമ്മളുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഉണ്ട്, തമ്പ് ഇംപ്രഷൻ ഉണ്ട്, ഫിംഗറിന്റെ ഇംപ്രഷൻ ഉണ്ട്, സിഗ്നേച്ചർ ഉണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ കാറ്റഗറി, നമ്മൾ NRI ആ ടീമിന്റെ കാറ്റഗറി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. നമ്മളെ മറ്റ് കാറ്റഗറീസ് ഇതിൽ വേണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളുടെ അതായത് OBC ആണോ SC ST ആണോ ആ കാറ്റഗറിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, അത് ശ്രദ്ധിക്കുക. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഫോട്ടോ, സിഗ്നേച്ചർ, പ്രസന്റ് ഓർ പെർമനന്റ് അഡ്രസ്സിന്റെ പ്രൂഫ്, അത് നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടാവും, നമ്മളെടുത്ത ആധാർ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനത്തെ നമ്മൾ നേരത്തെ കാണിച്ച ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് പ്രൂഫ് കൊടുക്കുക. ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് അപ്ലോഡ് ചെയ്യുക. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫിംഗേഴ്സിന്റെ അപ്ലോഡ് ചെയ്യുന്നു. തമ്പ് ഇംപ്രഷന്റെ 2 തമ്പ് ഇംപ്രഷന്റെ അപ്ലോഡ് ചെയ്യുന്നു. ദെൻ 10th ക്ലാസ് സർട്ടിഫിക്കറ്റിന്റെ അപ്ലോഡ് ചെയ്യുന്നു. നെക്സ്റ്റ് അടിക്കുന്നു, ഓക്കെ അടിക്കുന്നു, സേവ് ആവുന്നു. നമ്മൾ അടുത്തേക്ക് പോകുന്നു. ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് സാധനം, അപ്ലോഡ് ആയതൊക്കെ കാണിക്കും നിങ്ങൾക്ക്. അതിൽ
ഓക്കെ ആണെങ്കിൽ എല്ലാം റെഡി ആണെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി ചെയ്യാം. എന്നിട്ട് നമ്മൾ സേവ് ആക്കി എല്ലാ ഇൻഫർമേഷനും ഡോക്യുമെന്റ് സേവ്ഡ് സക്സസ്ഫുള്ളി കൊടുത്തു. ഇതാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേജാണ് നിങ്ങൾക്ക് കാണിക്കുക. ഇതാണ് ഓക്കെ അടിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. ചില സ്ക്രീൻഷോട്ടൊക്കെ വേഗമാണ് കേട്ടോ. ഇപ്പൊ ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കും. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുന്നു, കൺട്രി കോഡ് അതേപോലെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, വെരിഫിക്കേഷൻ കോഡ് ക്യാപ്ച കൂടി എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെൻഡ് OTP കൊടുക്കുന്നു. OTP കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ആയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യും, 10th ക്ലാസ് സർട്ടിഫിക്കറ്റ് വരെ നമ്മൾ അപ്ലോഡ് ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് വരുന്നു. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത മെസ്സേജ് വരുന്നു. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായി, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അതേപോലെ ആപ്ലിക്കേഷൻ ഫോമും എന്തായി, കംപ്ലീറ്റ് ആവുന്നു. ഇതിന്റെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ പേജ് വരുന്നുണ്ട്. ഇതൊക്കെ സേവ് ആൻഡ് ഡോക്യുമെന്റ് കൊടുത്ത് നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം സേവ് ചെയ്യുന്നതിനൊക്കെ ചോദിച്ചിട്ടാണ് വരുള്ളൂ കേട്ടോ. ഓരോന്ന് കാണിക്കും, എല്ലാം കാണിച്ച് ഓക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത പേയ്മെന്റ് ഓപ്ഷൻ എന്നുള്ള നെക്സ്റ്റ് ലെവൽ, മൂന്നാമത്തെ ലെവലായിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് വരും. ആ പേയ്മെന്റ് ഗേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ UPI വഴിയോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഫൈനൽ പേയ്മെന്റ് ഗേറ്റ് വേയിൽ നമ്മൾ ഏതാണോ എടുക്കുന്നത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുന്നു. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെന്റ് സക്സസ്ഫുൾ എന്നൊരു നോട്ടിഫിക്കേഷൻ വരും. പേയ്മെന്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, നിങ്ങളുടെ അപ്ലിക്കേഷൻ സക്സസ് എന്നുള്ള ഒരു ഇത് വരും, മെസ്സേജ് അല്ലെങ്കിൽ ഒരു വിൻഡോ വരും. അത് നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് എടുത്തു വെക്കണം. അതേപോലെ നമ്മളുടെ ഇത് സാമ്പിൾ ആണ്, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്, രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത്. ഇതിന്റെ ഒരു കൺഫർമേഷൻ പേജ് എന്ത് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അത് സൂക്ഷിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കാണിച്ചു തരുന്ന ഫോട്ടോഗ്രാഫ് ഒക്കെ എങ്ങനെയാണ് ഓൾറെഡി ഉള്ളത് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാത്തതോ ബുദ്ധിമുട്ടുള്ളതോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. ഞാൻ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരാൻ കിട്ടാത്തവർക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നമ്പറിലേക്ക്. ഇതാണ് അതിന്റെ ഒരു ഫോട്ടോ. ഇതിങ്ങനെ വെച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുഖം കാണിക്കാതിരിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ശരിക്കും വേണ്ടത് നമ്മളുടെ ഈ ജനുവരി 1-ാം തീയതി അതായത് ശേഷം എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാൻഡിഡേറ്റ് നെയിമും ഡേറ്റും കൂടി കൊടുത്താൽ നല്ലതാണ്. അതായത് നിർബന്ധമല്ല, കാൻഡിഡേറ്റ് നെയിമും വിത്ത് അതിന്റെ ഡേറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ലതാണെന്ന് അവർ പറയുന്നുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി അഥവാ ഇല്ലാത്തവരുണ്ട്, പേടിക്കേണ്ട, അത് ഇല്ലാത്തത് കൊണ്ട് റിജക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഫോർമാറ്റ് കാണിക്കുന്നു. പോസ്റ്റ് കാർഡ് സൈസിൻ്റെതും രണ്ടിന്റെ ഫോർമാറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ കൈയിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ ആണ്. അതിൽ 10 KB to 200 ആണ് ഫിംഗേഴ്സിൻ്റെത്, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സിഗ്നേച്ചറിൻ്റെതൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കി ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഉള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതലായിട്ട് ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടു കോൺടാക്ട് ആണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഒരു പേടിയും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇൻഫർമേഷൻ ബുള്ളറ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പൊ അത് വേണ്ടവര് നമുക്ക് അത് അയച്ചു തരുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നീറ്റിന്റെ കാര്യങ്ങൾ. അപ്പൊ മറക്കരുത്, ഈ ഫെബ്രുവരി 9 ഇന്നലെ മുതലാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മാർച്ച് 9-നാണ് ലാസ്റ്റ് ഡേറ്റ്. അതുവരെ കാത്തു നിൽക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങൾ, അതേപോലെ നമുക്ക് എന്താ പറയുക, തമ്പ് ഇംപ്രഷൻ, ഇമേജ്, ഇതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ പാസ്വേഡ് ഏതാണെന്ന് വേണ്ടിയെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങളെ കൂടെ വെച്ചിട്ട് മൊബൈൽ ഫോണും ഇമെയിലും റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ പ്രാവശ്യം എന്താണ്, നമുക്ക് വേറെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല, അൺലെസ് ദേ ആർ NRIs or OCA.
അവർക്കാണ് കാറ്റഗറി കൊടുക്കുക. അതേപോലെ PWBD സർട്ടിഫിക്കറ്റ് ഫിസിക്കലി പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കുമാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി വേറെ ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഇത്തരം കാര്യങ്ങൾ റെഡി ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും നീറ്റ് അപ്ലൈ ചെയ്യുന്ന ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഒരു പേടിയാണ് ഇത് അപ്ലൈ ചെയ്യൽ എങ്ങനെ, എന്താ കാര്യങ്ങൾ, അക്ഷയയിൽ പോയാലോ അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ പോയാലോ നടക്കുള്ളൂ എന്നൊക്കെ പേടിയുള്ള ആൾക്കാരാണ്. അതൊന്നും പേടിക്കേണ്ട. ഈ ഒരു കാര്യങ്ങൾ റെഡിയാക്കി നിങ്ങൾ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ പബ്ലിക് ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഏതായിരുന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ കാറ്റഗറീസ് ചോദിക്കും. അതൊക്കെ നമ്മളെ ബുള്ളറ്റിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിലുണ്ട്. അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തോളാം. അപ്പൊ ഈ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്പറിലേക്ക്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലുള്ള ഇനിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നീറ്റിന്റെ കുറെ കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഓരോന്നിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരും. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഇൻഫർമേഷൻ അറിയാത്തവരൊക്കെ അറിയട്ടെ. സ്വന്തമായിട്ട് തന്നെ അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന രൂപത്തിൽ ചെയ്യട്ടെ. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാം, നല്ലൊരു നീറ്റ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.